ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു കസ്റ്റമറുടെ വർക്കാണ്. ഇതിൻ്റെ ബാക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 13.5 ഇഞ്ചാണ് കേട്ടോ. 13.5 ഇഞ്ചാണ് ബാക്കിൻ്റെ ലെങ്ത്ത്. ആദ്യം ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരക്കാം കേട്ടോ. തയ്യൽ തുമ്പിടാം. ഇവിടെ നിന്ന് 13.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്താം കേട്ടോ. രണ്ട് സൈഡിലും 13.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 5.25 ഇഞ്ചാണ് കേട്ടോ. താഴോട്ട് ഒരു 5.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതൊരു സ്ക്വയർ ബോക്സ് ആക്കാം കേട്ടോ. ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് 37 ഇഞ്ചാണ്. അപ്പോൾ 37ൻ്റെ 4/1 9.25 ഇഞ്ച് വരും കേട്ടോ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇതിൻ്റെ ആം ഹോളിന് വേണ്ടി 5.25 താഴോട്ട് എടുത്തതിൻ്റെ പകുതി എടുക്കാം കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്യാം. ആം ഹോൾ കർവ് വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ആം ഹോൾ വന്ന് 16.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ റൗണ്ട് ഒരു 8.25 ഇഞ്ച് കിട്ടണം കേട്ടോ. 8.25 ഇഞ്ച് വരണുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് വണ്ണം വന്നിട്ട് 28 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 7 ഇഞ്ചിൻ്റെ അകത്തെത്താം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം കേട്ടോ. സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ബാക്ക് നെക്ക് വി ഷേപ്പാണ്. അപ്പോൾ നെക്കിൻ്റെ ഇറക്കം വന്നിട്ട് 8.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 8.25 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ നെക്ക് വൈഡ് വന്നിട്ട് 2.5 ഇഞ്ചാണ് കേട്ടോ. 2.5 ഇഞ്ച്. ഇവിടെയും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതൊരു സ്ക്വയർ ബോക്സ് ആക്കാം കേട്ടോ. ഇത് വീനെക്കാണ്. വീനെക്കായതുകൊണ്ട് ഈ ഷേപ്പിൽ ആദ്യം അടയാളപ്പെടുത്താം. വീനെക്ക് ഇത് 9 ഇഞ്ച് ലെങ്ത് വന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ എടുക്കാം. 4.5 ഇഞ്ച്. 4.5 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊരു ഷേപ്പ് ആക്കാം. എടുത്തിട്ട് ഈ ഷേപ്പ് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ കട്ടിങ്. ഇതിങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ. ബാക്ക് നെക്ക് പിന്നീട് വെട്ടിയാൽ മതി. ഒരു ക്യാൻവാസിൽ ആണ് ബാക്ക് നെക്ക് ഞാൻ വെട്ടുന്നത്. ഇതിന് ഫ്രണ്ട് അടയാളപ്പെടുത്തണം. ഫ്രണ്ട് വന്നിട്ട് പ്രിൻസസ് കട്ടാണ് കേട്ടോ. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം.
സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. ഇതൊന്ന് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പ് വരക്കാം. ലെങ്ത്ത് വന്നിട്ട് 13.5 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. 13.5 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വരക്കാം. എന്നിട്ട് ഈ ബാക്ക് പീസ് എടുത്ത് വെച്ച് ഇതിൻ്റെ കൈക്കുഴിയെല്ലാം മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ അല്പം കൂട്ടിയിടണം, പ്രിൻസസ് കട്ടായതുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ ടക്ക് അടയാളപ്പെടുത്തണം. അതിൻ്റെ ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്താം. ഫ്രണ്ട് നെക്ക് വന്നിട്ട് 6.25 ഇഞ്ചാണ് വേണ്ടത്. ഒരു 6.5 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. 6.5 ഇഞ്ച്. ഇവിടെ നിന്ന് 2.5 ഇഞ്ച് വൈഡ്. ഒന്ന് 2.5 ഇഞ്ച് വൈഡ്. ഇതൊരു സ്ക്വയർ ബോക്സ് ആക്കാം. ആംഹോൾ കർവ് വെച്ച് തന്നെ ഷേപ്പ് ചെയ്യാം കേട്ടോ. ഇതൊന്നിങ്ങനെ കുറച്ചുകൂടി വൈഡാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ടക്ക് പോയിൻ്റ് വന്നിട്ട് 8.25 ഇഞ്ചാണ്. 8.25 ഇഞ്ച്. ഇവിടെയും 8.25 ഇഞ്ച്. ഇവിടെ നിന്ന് ഒരു 3.25 ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ. 3.25 മുകളിൽ നിന്ന് 8.25 സൈഡിൽ നിന്നും 3.25 അടയാളപ്പെടുത്താം കേട്ടോ. ഇവിടെ നിന്ന് ഒരു 3.25 അടയാളപ്പെടുത്താം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. ഇതിൻ്റെ ടക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1.5 ഇഞ്ചാണ് കേട്ടോ വിഡ്ത്ത്. ആംഹോളിൻ്റെ താഴോട്ട് വന്നിട്ട് ഒരു 5 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ലൈൻ വരക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനൊരു റൗണ്ടിൽ ഒന്ന് കർവ് ചെയ്ത് വരക്കാം കേട്ടോ. ഇത് ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ് കേട്ടോ. പ്രിൻസസ് കട്ടാണെങ്കിലും ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്യാം. ഇതിൻ്റെയും ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ഈ പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഈ കർവ് ചെയ്ത് വരച്ച ഈ ഒരു പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് ആ കപ്പ് ഷേപ്പ് വരുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ലെങ്ത്ത് വന്നിട്ട് സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് 11 ഇഞ്ച്. അത് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരക്കാം. തയ്യൽ തുമ്പ് വരക്കാം. 11 ഇഞ്ച് ഇറക്കാം കേട്ടോ. 11 ഇഞ്ച് ഇറക്കാം. മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പ് ഇറക്കാം. ജാം ഹോൾ വന്നിട്ട് 16.5 ഇഞ്ചാണ്. അപ്പോൾ 8.25 ഇഞ്ച് ജാം ഹോൾ കിട്ടണം. അപ്പോൾ ഇതൊരു 7.25 ഇഞ്ചിൽ ഇവിടെ ആദ്യം മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. മുകളിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് തയ്യൽ കൊടുത്താൽ ഇതിങ്ങനെ ചെയ്തൊന്ന് വരക്കാം കേട്ടോ. സ്ലീവിൻ്റെ വണ്ണം വന്നിട്ട് 10 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച് അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ളൊരു ഓൾ എന്ന് പറഞ്ഞാൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.